നമസ്കാരം. മീഡിയ വൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നീറ്റ് പരീക്ഷയും ക്രമക്കേടും വിവാദമായ സാഹചര്യത്തിൽ കോൾ സെന്റർ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. നീറ്റ് വിദ്യാർത്ഥികളുടെ ആശങ്കകളും ഭാവിയും എന്നതാണ് വിഷയം. നീറ്റ് പരീക്ഷ എഴുതുന്നതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എത്രത്തോളമാണ്, നിലവിലെ പരീക്ഷാ ഫലവുമായി തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് MBBS BDS കോഴ്സുകൾക്ക് അടക്കം പ്രവേശനം ലഭിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്, മറ്റൊന്ന് നീറ്റിന്റെ റാങ്കും മാർക്കും എല്ലാം അനുസരിച്ച് അഖിലേന്ത്യാ തലത്തിലും ഒപ്പം തന്നെ കേരളത്തിലും ഏതെല്ലാം കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാം എന്നൊക്കെയാണ് കോൾ സെന്റർ എന്ന് വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി കരിയർ വിദഗ്ധനും എക്സാം വൈ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനും കൂടിയായ മുഹമ്മദ് അജ്മലാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നീറ്റുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ എല്ലാ സംശയങ്ങളും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ മുതൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേട് വിവാദമായിരിക്കുന്ന വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിച്ചു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ഉയർന്നു കേൾക്കുന്ന ചോദ്യം എന്നുള്ളത് കട്ട് ഓഫ് മാർക്ക് അത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടും എന്നുള്ളതാണ്. അപ്പം ഈ നിലവിലെ ഈ പരീക്ഷ റാങ്കും മാർക്കും വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് ഈ കട്ട് ഓഫ് മാർക്ക് ഉയർന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആശങ്കകളായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക? എല്ലാ വർഷവും നമ്മൾ നീറ്റ് പരീക്ഷയെ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ വർഷവും കട്ട് ഓഫ് മാർക്ക് പടിപടിയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഈ വർഷം അതിൽ ഒരു ഹ്യൂജ് ജമ്പ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ആദ്യം തന്നെ പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തെ ഒരു റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഒരു കേരളത്തിൽ ഒരു 630 അല്ലെങ്കിൽ 625 മാർക്കിന്റെ എബോവ് ഉള്ള കുട്ടികൾക്ക് MBBS കിട്ടിയിരുന്നു. ഞാൻ പറയുന്നത് ഒരു ജനറൽ OBC കാറ്റഗറിയിലുള്ള കുട്ടികളുടെ കാര്യമാണ്. SC ST ആകുമ്പോൾ അതിനേക്കാളും ലോവർ ആയിട്ട് ജനറലി പോകും. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു 610 മാർക്ക് ആൻഡ് എബോവ് ഉള്ള കുട്ടികൾക്ക് MBBS കിട്ടിയിരുന്ന രീതിയിലാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ആക്ച്വലി 5 വർഷം മുമ്പ് നോക്കുമ്പോൾ ഇതൊരു 550, 560 ഒക്കെ ആയിരുന്നു എന്ന് കാണാൻ സാധിക്കും. സോ ദർ ഇസ് എ ഹ്യൂജ് ജമ്പ്. കഴിഞ്ഞ വർഷത്തിലോട്ട് തന്നെ വലിയൊരു ജമ്പ് ഉണ്ട്. ഇത്തവണ മാർക്കിൽ വലിയൊരു ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ക്രമക്കേടുകൾ ആരോപിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത്തവണ എക്സാമിൽ ഒരുപാട് സിലബസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇനോർഗാനിക് കെമിസ്ട്രി അതിലെ വലിയൊരു ഭാഗം 25% മൊത്തം സിലബസിൻ്റെത് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഓൺലൈനിൽ റിസോഴ്സസ് കൂടുതൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിൽ വലിയൊരു ജമ്പ് ഇത്തവണ ആദ്യമേ പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം, കാരണം കഴിഞ്ഞ വർഷം 24,000 ആണ് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള ജനറൽ കാറ്റഗറിയുടെയും OBCയുടെയും ഏകദേശം കട്ട് ഓഫ് എന്നുള്ളത്. അതിന് 610 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇത്തവണ 24,000 റാങ്ക് വരുന്നത് 657, 658 മാർക്കിനാണ്. സോ ദാറ്റ് മീൻസ് 610 നിന്ന് 658 ഓൾ ഇന്ത്യ കട്ട് ഓഫ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ കട്ട് ഓഫ് ഉയരാനാണ് സാധ്യത. കേരളത്തിൽ അതിനേക്കാളും കുറച്ചുകൂടി അപ്പുറത്തോട്ട് ഒരു 675+ മാർക്ക് കിട്ടുന്നവർക്കാണ് ഗവൺമെന്റ് കോളേജുകളിൽ MBBS കിട്ടാനുള്ള സാധ്യത. അതിന് താഴെയുള്ള ആളുകൾക്ക് അവരുടെ കാറ്റഗറി അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. എന്നാലും ജനറലി ഒരു 675+ മാർക്ക് കേരളത്തിൽ വേണം MBBS ഇത്തവണ ഗവൺമെന്റ് കോട്ടയിൽ കിട്ടണമെങ്കിൽ. അപ്പം നമുക്കറിയാം മെഡിക്കൽ ഫീൽഡിലേക്ക് വേണ്ടിയിട്ടാണ് ഈ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതുന്നത്. ദശലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്നതാണ്. അപ്പം 1-2 ദിവസത്തെ ഒന്നും അധ്വാനമായിരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. വർഷങ്ങളായിട്ട് തന്നെ ചിലപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ റാങ്കും മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ കോഴ്സുകളായിരിക്കും ഇവർക്ക് തിരഞ്ഞെടുക്കാൻ കൂടുതൽ ഉചിതമായിട്ടുള്ളത്? ജനറലി എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് ഒരൊറ്റ കോഴ്സാണ്, MBBS എന്നുള്ളതാണ്. ഒരു 99% ആളുകളും ഈ പരീക്ഷ എഴുതുന്നവർ ലക്ഷ്യം വെക്കുന്നത് MBBS ആണ്. ശരി, ഞാൻ സാറിലേക്ക് എത്താം. നമുക്കൊരു കോളർ ഉണ്ട്. മലപ്പുറത്ത് നിന്ന് ബാസിറ തസ്നീമാണ് വിളിക്കുന്നത്. എന്താണ് ഫാസിറ തസ്നീം, എന്താണ് സംശയം? ചോദിക്കാം. ഹലോ, എനിക്കിപ്പോ 635 ആണ് സ്കോർ. അപ്പോ എനിക്കൊരു MBBS സീറ്റ് കിട്ടാനുള്ള ചാൻസ് പോരാത്തതിന് ഞാൻ പ്രൈവറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ സ്കോർ അനുസരിച്ച് എനിക്കൊരു കുറഞ്ഞ ചെലവിലെങ്കിലും MBBS കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, 635 അല്ലേ മാർക്ക് പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇത്തവണ ഓൾ ഇന്ത്യ കോട്ടയിലെ 24,000 അറൌണ്ട് റാങ്ക് വരുന്നത് 650, 658 റേഞ്ചിലാണ്.
അപ്പോൾ മോളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് അവൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ മോൾക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കേരളത്തിൽ എന്തായാലും അതിനേക്കാളും ഹയർ കട്ട് ഓഫ് ആണ് വരിക. അപ്പോൾ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് MBBS. ഇനി സെൽഫ് ഫിനാൻസിങ്ങിൽ നമുക്ക് MBBS കിട്ടുമോ എന്നുള്ളത്, സെൽഫ് ഫിനാൻസിങ്ങിൽ നിങ്ങൾക്ക് MBBS കിട്ടാൻ സാധ്യത ഉണ്ട്. എസ്പെഷ്യലി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു OBC കാറ്റഗറി എന്നുള്ള ഒരാളാണ് വിളിക്കുന്നത്. സെൽഫ് ഫിനാൻസിങ്ങിൽ MBBS കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ സെൽഫ് ഫിനാൻസിങ്ങിൽ ഫീസ് ഇപ്പോൾ വളരെ ഉയർന്ന രീതിയിലാണുള്ളത്. അതായത് ഗവൺമെന്റ് കോട്ടയിൽ പോലും ഫീസ് ഉയർന്ന രീതിയിലാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കോർട്ടിൽ പല ലിറ്റിഗേഷൻസ് നടക്കുന്നുണ്ടെങ്കിലും ഒരു ഫൈനൽ സേ ഇതുവരെ ആയിട്ടില്ല. ഇപ്പോഴത്തെ ഫീസ് ഏകദേശം ഒരു 8 ലക്ഷം രൂപ പെർ ഇയർ ആണ്. അതായത് 5 വർഷത്തേക്ക് 40 ലക്ഷം രൂപയും പിന്നെ ഹോസ്റ്റൽ ഫീസൊക്കെ ആയിട്ട് ഒരു 50 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും നമ്മൾ കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്നുള്ളത്. ഓക്കെ, നമുക്ക് അത്തരം ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് നമ്മുടെ ഫാമിലിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൽഫ് ഫിനാൻസിങ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അനുബന്ധമായിട്ട് അതിന് താഴെ BDS പോലെയുള്ള കോഴ്സുകളുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് മോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ അഗ്രികൾച്ചർ, വെറ്റിനറി പോലെയുള്ള കോഴ്സുകളുണ്ട്. ഇത്തരം കോഴ്സുകൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതിലേക്ക് തന്നെ എത്താൻ തോന്നുന്നു. ഈ കോഴ്സുകളെ കുറിച്ച് കുറച്ചുകൂടെ വിശദീകരിച്ച് ഒന്ന് പറയാൻ സാധിക്കുമോ? നമുക്ക് ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ജനറലി MBBS അത് കഴിഞ്ഞാൽ BDS ആണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഇതിന് താഴെയും വേറെയും ഒരുപാട് ആയുഷ് കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഹോമിയോ, ആയുർവേദം, അതേപോലെ തന്നെ സിദ്ധ, യുനാനി തുടങ്ങിയ സ്ട്രീമിലോട്ടുള്ള ഡോക്ടർ തന്നെയാണ് ഉള്ള കോഴ്സുകളുണ്ട്. അതുകൂടാതെ BTech ബയോടെക്നോളജി ഉണ്ട്. വെറ്റിനറി സയൻസ്, ഡോക്ടർ ഓഫ് വെറ്റിനറി സയൻസ്, നമ്മൾ വെറ്റിനറി ഡോക്ടർ ആവാനുള്ള കോഴ്സുകളുണ്ട്. അതേപോലെ തന്നെ BPharmലോട്ടും കേരള എൻട്രൻസ് എഴുതിയവർക്ക് BPharmലോട്ടും എന്ത് ചെയ്യാം, കേരളത്തിന്റെ കുഹാസിന് കീഴിലുള്ള BPharm കോളേജുകളിലോട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലാതെ ഒരുപാട് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ഇപ്പോൾ ചോദിച്ച ആളടക്കം മനസ്സിലാക്കേണ്ട വിഷയം, ഇനി MBBS കിട്ടിയില്ല എന്നുണ്ടെങ്കിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പലതിലും നീറ്റ് വഴി തന്നെയാണ്, നീറ്റ് സ്കോർ വെച്ചിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ജിപ്മർ, ഇന്ത്യയിലെ സെക്കൻഡ് ബെസ്റ്റ് മെഡിക്കൽ കോളേജാണ്. ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്, പോണ്ടിച്ചേരിയുള്ള. അപ്പോൾ പുതുച്ചേരിയിലെ ജിപ്മറിലോട്ട് ഉള്ള കൗൺസിലിംഗ് മറ്റൊക്കെ കോൾ ചെയ്യാനുള്ള സമയങ്ങളായി വരുന്നു. കൗൺസിലിംഗ്, നീറ്റ് കൗൺസിലിങ്ങിനോട് കൂടി തന്നെ അത്തരം കാര്യങ്ങൾ കോൾ ഔട്ട് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് പാരാമെഡിക്കൽ, ഇപ്പോൾ അനസ്തീഷ്യ ടെക്നോളജി, അതേപോലെ തന്നെ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി മുതലായിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ അവൈലബിൾ ആയിരിക്കും. അത്തരം കോഴ്സുകൾക്ക് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പാരാമെഡിക്കൽ കോഴ്സസിന് നീറ്റ് മാനദണ്ഡമാണോ? പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പലതിലും നീറ്റ് മാനദണ്ഡമാണ്. ഇനി കേരളത്തിലോട്ട് നമ്മൾ വരുമ്പോൾ LBS സെന്റർ വഴിയാണ് അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. അവിടെ നീറ്റ് അല്ല മാനദണ്ഡം, നമ്മുടെ +2 സ്കോറും മറ്റുമാണ് മാനദണ്ഡമാക്കി എടുക്കുന്നത്. അതിലോട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സിലോട്ടുള്ള ആപ്ലിക്കേഷന്റെ ഡേറ്റ് കഴിഞ്ഞു. അതുവഴിയാണ് നഴ്സിംഗിലോട്ടും കേരളത്തിലെ പാരാമെഡിക്കൽ കോഴ്സുകളിലോട്ടുള്ള അഡ്മിഷൻസ് നടക്കുന്നത്. ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്. അജ്മൽ ആണ്, മണ്ണാർക്കാട് നിന്നാണ് അജ്മൽ വിളിക്കുന്നത്. സംസാരിക്കാം. അജ്മൽ, ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാൽ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഹലോ പറഞ്ഞോളൂ സർ. പിന്നെ എന്റെ മകനിക്ക് 614 സ്കോർ. എത്രയാ? 614. 614 ഓക്കെ. അപ്പൊ ഓൾ ഇന്ത്യയില് കിട്ടാൻ ചാൻസ് ഉണ്ടോന്ന്? ഓൾ ഇന്ത്യയിൽ MBBS കിട്ടാൻ സാധ്യത കുറവാണ്. ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ്? മാർക്കിന്റെ കൂടെ റാങ്ക് എത്രയാണ് ഒന്ന് പറയാമോ? 65,000. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 24,000 25,000 വരെ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ MBBS കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ ഓക്കെ സർ, മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ ഈ ഗ്രേസ് മാർക്ക് ആരോപണമൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതിൽ റീടെസ്റ്റ് നടക്കാനിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത്തരത്തിലൊരു റീടെസ്റ്റ് നടന്നു കഴിഞ്ഞാൽ അത് നിലവിലെ റാങ്ക് ലിസ്റ്റിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണിത്. നിലവിലുള്ള ഒരു റീടെസ്റ്റ് ഇപ്പോൾ ജൂൺ 23 അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന റീടെസ്റ്റ്. അപ്പോൾ ഇതിൽ NTA വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, അവർ പറഞ്ഞത് പ്രകാരം 1563 ആളുകൾക്ക് മാത്രമാണ് ഈ റീടെസ്റ്റ് നടക്കുന്നത്.
ഓക്കെ, 25 ലക്ഷത്തോളം ആളുകളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 1563 എന്നുള്ളത് കുറച്ച് ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇനി അതിൽ തന്നെ NTA പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അതിൽ നീറ്റ് ആക്ച്വലി ക്വാളിഫൈ ചെയ്തത് ഈ ഗ്രേസ് മാർക്ക് കിട്ടിയ കുട്ടികളിൽ -20 മുതൽ 720 വരെയുള്ള ആളുകളുണ്ട്. അപ്പൊ നീറ്റ് ആക്ച്വലി ക്വാളിഫൈ ചെയ്തത് 793 ആളുകൾ മാത്രമാണ്. അപ്പൊ ഈ 793 തന്നെ ഒരു ഇപ്പോൾ ഉള്ള ഒരു കട്ട് ഓഫ് ആയിട്ടുള്ള ഒരു 650 എബോ ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ടാവും? മേ ബി ഒരു മാക്സിമം ഒരു 200 ആൾക്കാരൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇനി ഒരു റീടെസ്റ്റ് നടന്നാലും ഒരു മേ ബി ഷിഫ്റ്റ് ഓഫ് 200 റാങ്ക്സ് എന്നതിലപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്നുള്ളത്. ഓക്കെ, ഈ റാങ്ക് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്ന് ചെയ്യാൻ പറ്റുമോ? അതായത് ഓൾ ഇന്ത്യ തലത്തിലും കേരളത്തിലും അതെങ്ങനെയായിരിക്കും ഈ പ്രവേശന നടപടികൾ, അതിനെക്കുറിച്ചൊക്കെ? ഇപ്പോൾ കൗൺസിലിങ്ങിന്റെ ഡീറ്റെയിൽസ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. എന്നാലും കഴിഞ്ഞ വർഷത്തെ നമുക്കുള്ള വിവരങ്ങൾ അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കൗൺസിലിംഗ് നടക്കുന്നത് ഓൾ ഇന്ത്യ കോട്ടയിലോട്ടും കേരളത്തിലെ MBBS അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ അലൈഡ് സീറ്റുകളിലോട്ടുമാണ്. ഒരുമിച്ച് മീൻസ് 2 സെപ്പറേറ്റ് കൗൺസിലിംഗ് ആയിട്ടാണ്, എന്നാൽ ഏകദേശം ഒരേ സമയമാണ് ഇതിന്റെ കൗൺസിലിംഗ് പ്രോസസ്സ് നടക്കുക. അപ്പോൾ ആദ്യം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ഫസ്റ്റ് റൗണ്ട് നടക്കും, എന്നിട്ട് കേരള അലോട്ട്മെന്റ് ഫസ്റ്റ് റൗണ്ട് നടക്കും. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് സെക്കൻഡ് റൗണ്ട് നടക്കും, കേരള അലോട്ട്മെന്റ് സെക്കൻഡ് റൗണ്ട് നടക്കും. പിന്നീട് മോപ്പപ്പ്, സ്ട്രേ വേക്കൻസി റൗണ്ടുകൾ, ഈ രീതിയിലാണ് ഇത് പോവുക. അപ്പോൾ അലോട്ട്മെന്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സാധാരണ അവരൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 10,000 രൂപ അവർ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കനുസരിച്ച് മേടിക്കുന്നുണ്ട്. ഈ സെക്കൻഡ് റൗണ്ടിൽ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ട് നമ്മൾ ആ സീറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരള സെക്കൻഡ് റൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഔട്ട് ആവും. ഓക്കെ, അതോടൊപ്പം തന്നെ ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സിനാരിയോ ഞാൻ പറയാം. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾക്ക് ഒരു BDS കിട്ടി എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ BDS കിട്ടി എന്ന് വിചാരിക്കുക. കേരളത്തിൽ നിങ്ങൾക്ക് മേ ബി സെക്കൻഡ് അലോട്ട്മെന്റിൽ MBBS കിട്ടും. ആ BDS നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? നിങ്ങൾക്ക് ആ കേരളത്തിലെ MBBS നിങ്ങൾക്ക് മിസ്സായി പോകും, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പിന്നെ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഇനി ഓൾ ഇന്ത്യ കോട്ട നിങ്ങൾ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 10,000 രൂപ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് ഫോർഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും അലോട്ട്മെന്റ് നമ്മൾ ചോയ്സസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പരമാവധി ചോയ്സസ് ഫില്ല് ചെയ്യണം. പക്ഷെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ചോയ്സുകളുടെ ഒരു പ്രയോറിറ്റി ഓർഡറിൽ നമുക്ക് നല്ലൊരു ശ്രദ്ധ വേണം. അതോടൊപ്പം തന്നെ നമ്മൾ പോകാത്ത ഒരു ഓപ്ഷൻ, നമ്മൾ ഒരിക്കലും പോകില്ല എന്ന് ഉറപ്പുള്ള ഒരു ഓപ്ഷൻ ലാസ്റ്റ് റിസോർട്ടായിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കൊടുക്കാൻ പാടില്ല. കാരണം അത് ചിലപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുന്നതിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് അർഹമായിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുന്നതിലോട്ടോ ഒക്കെ എത്താനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇത്തവണത്തെ ഒരു കൗൺസിലിംഗ് ഡീറ്റെയിൽസ് മെഡിക്കൽ കൗൺസിലും അതേപോലെ തന്നെ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാംസ് കേരളയും പ്രസിദ്ധീകരിച്ച ശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. ബേസിക്കലി ഈ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ടതുണ്ട്. ശരി, എന്തായാലും കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണെന്നാണ് ഈ പറഞ്ഞത് നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകുന്നതിന് മുൻപ് ഒരു കോളർ ഉണ്ട്. അബ്ദുൾ റസാഖ് ആണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. സംശയം എന്താണ്, ചോദിക്കാം. എന്റെ സംശയം എന്താന്ന് പറഞ്ഞാല്, എന്റെ മകള് SLC ആണ് പാസ്. പിന്നെ ഇപ്പൊ പ്രീ ഡിഗ്രിക്ക് അവൾക്ക് പ്ലസ് ടുവിന് പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷെ 2 വിഷയം പോയി. അവള് രണ്ടാമത് ഇപ്പൊ പരീക്ഷ എഴുതി. ഈ കോളേജ് പാരാമെഡിക്കലിൽ ചേർന്നിട്ടുണ്ട്. SLC മതി. അതിന് ഡെന്റലിലാ ചേർന്നത് ശാന്തി ഹോസ്പിറ്റലിലാണ്. ആ സർട്ടിഫിക്കറ്റിന്റെ വല്ല വാല്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. SSLC കഴിഞ്ഞു എന്നാണോ ആദ്യം പറഞ്ഞത്, അതോ പ്ലസ് 1 പ്ലസ് 2? SSLC കഴിഞ്ഞു, പ്ലസ് 2 കഴിഞ്ഞു. പ്ലസ് 2 മാസമല്ല 2 വിഷയം പൊട്ടി. രണ്ടാമത് എക്സാം എഴുതിയിട്ടുണ്ട്. അവള് പാരാമെഡിക്കലിന് ചേർത്തിട്ടുണ്ട് ശാന്തി ഹോസ്പിറ്റലില്. എനിക്ക് വ്യക്തമാവാത്തത്, SSLC കഴിഞ്ഞിട്ട് പാരാമെഡിക്കലിന് ചേർന്നു, ഇപ്പൊ നേരെ പാരാമെഡിക്കലിന് ചേരാന്നുള്ളതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല, SSLC കഴിഞ്ഞിട്ട് പ്ലസ് 2 പഠിച്ചു. പ്ലസ് 2 പഠിച്ചു. പ്ലസ് 2 എക്സാം കഴിഞ്ഞു. പ്ലസ് 2 എക്സാം കഴിഞ്ഞിട്ട് അതിൽ 2 വിഷയം അവള് തോറ്റുപോയി. അപ്പൊ എക്സാം ഇപ്പൊ രണ്ടാമത് എഴുതിയിട്ടുണ്ട്. അപ്പൊ പാരാമെഡിക്കലിന് SSLC ക്വാളിഫിക്കേഷൻ മതി ഈ ഡെന്റലിന്. അതിന് ചേർന്നിട്ടുണ്ട്. ഏത് കോഴ്സിനാണ് ചേർന്നതെന്ന് പറയാവോ? പാരാമെഡിക്കലിന്റെ ഡെന്റലിന്റെ എന്താണ് ഒരു ഡിഗ്രി, നിങ്ങളൊരു ഡിഗ്രി കോഴ്സിന് ചേരണമെന്നുണ്ടെങ്കിൽ പ്ലസ് 2 നിർബന്ധമാണ്. അപ്പൊ ഒരു ഡിപ്ലോമ കോഴ്സിനാണോ ചേർന്നിട്ടുള്ളത്? ഡിപ്ലോമ കോഴ്സിനാണ് ചേർന്നത്.
ഓക്കെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ എവിടെ ചേരുകയാണ് എന്നുണ്ടെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സിനോ ഒരു പാരാമെഡിക്കൽ കോഴ്സിനോ ചേരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഒരുപാട് ആളുകളുടെ അടുത്ത് പരാതികൾ ഉയരുന്ന ഒരു വിഷയമാണ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് കുഹാസിന്റെ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ അംഗീകാരമുള്ള ഒരു കോളേജാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നിട്ട് വേണം നിങ്ങൾ ചേരാൻ. ഇനി നിങ്ങളൊരു ഡിപ്ലോമ കോഴ്സിന് നിങ്ങൾ ചേരുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അതിൻ്റെ ഒരു ഡയറക്ടറേറ്റ് ഉണ്ട്. ഇപ്പോൾ നഴ്സിംഗിനാവട്ടെ ഫാർമസിക്കാവട്ടെ എല്ലാത്തിനും അതിൻ്റെ ഒരു മെഡിക്കൽ ഡയറക്ടറേറ്റ് ഉണ്ട്, അവരുടെ കൗൺസിലുണ്ട്. ഈ കൗൺസിലിന്റെ അംഗീകാരമുള്ള കോഴ്സുകളാണെന്നുള്ള ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ചേരുന്നത് ആ സ്ഥാപനത്തിൽ നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ ഈ ഒരു അതുമായി ബന്ധപ്പെട്ട കൗൺസിലിന്റെ അംഗീകാരമുള്ള കോഴ്സാണോ ഇത്, അതല്ല അവരുടെ ഒരു സ്ഥാപനത്തിന് മാത്രം അവർക്ക് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ള ഒരു കോഴ്സാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിർബന്ധമായിട്ടും അന്വേഷിക്കണം. ഡിഗ്രി കോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ കുഹാസിന്റെ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും അന്വേഷിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യാൻ. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് +1 +2 നമുക്ക് നഷ്ടപ്പെട്ട വിഷയങ്ങൾ എഴുതിയെടുക്കാതെ നമ്മൾ നേരെ 10th മാത്രം വെച്ചുള്ള ഒരു ഡിപ്ലോമ കോഴ്സിന് വാല്യൂ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏത് കോഴ്സുകൾക്കായാലും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഇപ്പോൾ +2 ജനറലി ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ കാര്യം, ഈ ഒരു കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടോ അതേപോലെ കുഹാസിന്റെ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിച്ച് ഉറപ്പുവരുത്തുക. ഓക്കെ. യെസ്, നമുക്ക് മറ്റൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. സിദ്ദിഖാണ്, വയനാട് നിന്നാണ് സിദ്ദിഖ് വിളിക്കുന്നത്. സിദ്ദിഖ് സംസാരിച്ചോളൂ. ഹലോ. യെസ്. സാർ, ഞാൻ വിളിക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ പിന്നെ വയനാട്ടിൽ നിന്ന് എന്റെ മകൾ ഇപ്പൊ നീറ്റ് എക്സാം എഴുതിയിട്ട് 600 മാർക്കോളം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ യുപിയിലും ജാർഖണ്ഡിലും പിന്നെ മധ്യപ്രദേശിലും ഒക്കെ ഈ ഇതിന്റെ കേടുകൾ സംബന്ധിച്ച് ആളുകൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം സ്റ്റേറ്റിലും ഇതിങ്ങനെ ചോർന്ന സ്ഥിതിക്ക് മൊത്തത്തിലൊരു എക്സാം നടത്താൻ വല്ല സാധ്യതയുണ്ടോ? ഓക്കെ. ഇതിൽ ഇപ്പോൾ മെയ് 5 എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ സുപ്രീം കോർട്ടിന്റെ വെക്കേഷൻ ബെഞ്ചാണുള്ളത്, അവധിക്കാല ബെഞ്ചിലോട്ട് ഈ ഒരു വിഷയം റെഫർ ചെയ്തിരുന്നു. എല്ലാ കേസുകളും ഇപ്പോൾ ജൂലൈ 8 മാറ്റി വെച്ചിട്ടുള്ളത്. ജൂലൈ 8 സുപ്രീം കോർട്ട്, ഞാൻ മനസ്സിലാക്കുന്നത്, തുറക്കുന്ന അവധിക്കാലത്തിന് ശേഷം തുറക്കുന്ന ഫസ്റ്റ് ഡേറ്റിൽ തന്നെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അഭികാമ്യമായ കാര്യം, നമുക്ക് അന്ന് ഇത്രയധികം വിവാദങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടികൾ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് ക്ഷമാപൂർവ്വം കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി മൊത്തം ഒരു റീ എക്സാമിലോട്ട് പോകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനത്തെ പ്രസിഡന്റ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കാരണം 2015 AAPMT നീറ്റിന് മുമ്പ് ഉണ്ടായിരുന്ന ടെസ്റ്റ് ആയിരുന്നു ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ്. ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് അന്ന് 44 ആളുകൾ ചോർത്തിയതായിട്ട് അന്ന് കോടതിയുടെ മുമ്പിൽ വരികയും ഈ 44 ആളുകളെ ഡീബാർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ഡീബാർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കോടതി പറഞ്ഞത് 44 ആളുകളെ ഡീബാർ ചെയ്താൽ മാത്രം പോരാ, പരീക്ഷയുടെ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീടെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ആ വർഷം ജൂലൈ 29 റീടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം മുമ്പിലുണ്ട്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ റീടെസ്റ്റ് നടത്തും എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഇത് കോടതിയുടെ പരിഗണനയുള്ള വിഷയമാണ്. നമ്മളിപ്പം കാണുന്ന പലതും വാർത്തകളാണ്. ആ വാർത്തകളുടെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്, അത് എത്രത്തോളം കോടതിക്ക് ബോധ്യപ്പെടും എന്നതിനൊക്കെ അനുസരിച്ചിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്ഷമാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം ജൂലൈ 8 കോടതി എന്ത് പറയും എന്നതിലോട്ട്. യെസ്, ഈ ക്രമക്കേടിന്റെയും വിവാദങ്ങളുടെയും വാർത്തകളുടെയും എല്ലാം പശ്ചാത്തലത്തിലൊരു സാധാരണ പ്രേക്ഷകനുണ്ടാകുന്ന സംശയമാണ് സിദ്ദിഖ് ചോദിച്ചിരിക്കുന്നത്. യെസ്, നീറ്റ് ആശങ്കകളും ഭാവിയും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് കോൾ സെന്റർ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെയുള്ളത് മുഹമ്മദ് അജ്മൽ, കരിയർ വിദഗ്ധനാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊരു കോളർ ഉണ്ട്, പാർവതിയാണ് വിളിക്കുന്നത്. പാർവതി, എന്താണ് സംശയം എന്നുള്ളത് ചോദിക്കാം. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് അറിയേണ്ടത് നീറ്റിലെ സ്കോറിൽ നമ്മളിപ്പോൾ അഗ്രികൾച്ചറിലെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് സർ? നീറ്റില് നമുക്ക് സ്കോർ വെച്ചിട്ട് ഒരു കട്ട് ഓഫ് മാർക്ക് പറയുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ലാസ്റ്റ് റാങ്ക്, ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക്സ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഡോക്യുമെന്റ്സ് വെച്ചിട്ട്, കേരള CEയുടെ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 1 സെക്കൻഡ്. ഇപ്പോൾ അഗ്രികൾച്ചർ
BSc അഗ്രികൾച്ചറിന് സ്റ്റേറ്റ് മെറിറ്റിൽ കേരള റാങ്ക് ഏകദേശം ഒരു 8,000 വരെയൊക്കെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ എന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് പോയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജ് നമ്മുടെ തൃശ്ശൂർ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാനിക്കര, അതേപോലെ തന്നെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി തിരുവനന്തപുരം, ഇവിടെയൊക്കെ ഒരു 5,000 7,000 ഒക്കെയാണ് സ്റ്റേറ്റ് മെറിറ്റിൽ കട്ട് ഓഫ് വരുന്നത്. നിങ്ങളുടെ ഒരു കാറ്റഗറി ഏതാന്നുള്ളത് പറയാമോ? സ്റ്റേറ്റ് മെറിറ്റ് ജനറൽ ആണോ അതോ? ജനറൽ കാറ്റഗറിയാണ് സർ. ഓക്കെ, ജനറൽ കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8,000 റാങ്ക് വരെയൊക്കെ അഗ്രികൾച്ചർ, അതേപോലെ ഫിഷറീസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു 11,000 13,000 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ തവണ പോയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇത്തവണ ഒരു 8,000 റാങ്ക് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം ഒരു 90,000-ന്റെ ഉള്ളിൽ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കോഴ്സസിന് കേരളത്തിൽ 8,000-ന്റെ ചുവടെ റാങ്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇതൊരു പ്രഡിക്ഷൻ ആണ്, ഒരു കഴിഞ്ഞ വർഷത്തെ ഡാറ്റ വെച്ചുള്ള ഒരു എക്സ്ട്രാപൊളേഷൻ ആണ്. ഓക്കെ, യെസ് സാർ, ഇനി നമ്മൾ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ റാങ്ക് നിലവാരത്തിന്റെ അടിസ്ഥാനം എന്താണ്? അതായത് എത്ര റാങ്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ കിട്ടും? ഓക്കെ, കേരള മെഡിക്കൽ എൻട്രൻസിൽ ഇപ്പൊ നമ്മൾ മൊത്തം സീറ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 85% സീറ്റുകൾ അതത് സ്റ്റേറ്റുകൾക്കും 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയിലാണ് പോവുക. ഫോർ എക്സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ 85 സീറ്റ് സ്റ്റേറ്റ് കോട്ടയിലും 15 സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലാണ് പോവുക. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു ഇത് നോക്കുമ്പോൾ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള റാങ്ക് വരണം എന്നുള്ളതാണ്. കേരള റാങ്ക് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കേരള ഫാർമസി എൻട്രൻസും എഞ്ചിനീയറിംഗ് എൻട്രൻസും കഴിഞ്ഞു, ഉടനെ തന്നെ റാങ്ക് പബ്ലിഷിംഗ് ഉണ്ടായേക്കാം. ഇപ്പം നമുക്ക് എടുക്കാവുന്ന ചില ഊഹങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ലാസ്റ്റ് റാങ്ക് ഏകദേശം MBBSന് ജനറൽ കാറ്റഗറിയിൽ 800 to 900 വരെയാണ്, 800 സംതിങ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അതൊരു OBCയിലോട്ട് വരുമ്പോൾ 1,200 1,300 വരെയൊക്കെ മുസ്ലിം അല്ലെങ്കിൽ ഈഴവ കാറ്റഗറിയിലൊക്കെ പോയതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് കാറ്റഗറിക്ക് അനുസരിച്ച് റാങ്കുകൾ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കേരള റാങ്ക് വന്നതിന് ശേഷം നമുക്ക് ഏകദേശം നമുക്ക് ഇത് പറയാൻ സാധിക്കുള്ളൂ. എന്നാലും നമുക്ക് പറയാവുന്ന ഒരു കണക്ക്, അതായത് ഇത്തവണ ഒരു കേരള റാങ്ക് എന്നുള്ളത് ഏകദേശം ഒരു 680 മാർക്കൊക്കെയാണ് നമുക്ക് ഉള്ളത് എങ്കിൽ ഞാൻ അസ്യൂം ചെയ്യുന്ന ഒരു 950 ഒക്കെ കേരള റാങ്ക് ആയിരിക്കും അവർക്ക് വരിക. അപ്പൊ അതിനർത്ഥം ഒരാൾക്ക് ജനറൽ കോട്ടയിൽ ഒരാൾക്ക് MBBS കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ ഒരു 680 എബോ എന്തായിരിക്കണം, അയാൾ 720 സ്കോർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇത് ഒരു 1,400 ഒക്കെ ഞാൻ അസ്യൂം ചെയ്യുന്ന ഒരു 670 മാർക്ക് എബോ സ്കോർ വരിക, ഒരു 1,400 ഒക്കെയാണ് റാങ്ക് വരിക. അപ്പോൾ ഒരു OBC കോട്ട അല്ലെങ്കിൽ അത്തരം കാറ്റഗറീസിൽ ഈഴവ മുസ്ലിം കാറ്റഗറിയിലൊക്കെ ഉണ്ടെങ്കിൽ 670 മാർക്ക് പ്ലസ് മാർക്ക് എന്താണ്, അതും മസ്റ്റ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു 650 പ്ലസ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ കേരള റാങ്ക് ഒരു 2,500 പ്ലസ് ഒക്കെ വരാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് ഒരു അനാലിസിസിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, മറ്റൊന്ന് കുട്ടികളിൽ വ്യാപകമായി കേൾക്കുന്ന ഒരു പരാതിയാണ്. അതായത് നമ്മൾ എക്സാം എഴുതി ആൻസർ കീ ആയിട്ട് ഒത്തു നോക്കുന്ന സമയത്ത് നമുക്കൊരു 400 അല്ലെങ്കിൽ 600 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷേ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിൽ കുറവായിരിക്കും. എന്താണത് അങ്ങനെ സംഭവിക്കുന്നത്? ഈ നെഗറ്റീവ് മാർക്കൊക്കെ അതിൽ എത്രത്തോളം ബാധകമാകുന്നുണ്ട്? അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി കുറവാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം ഒന്ന്, ഇവർക്കുള്ള OMR ഇവർക്ക് അവൈലബിൾ ആണ്. ഓക്കെ, OMR റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ OMR എവിടെ പ്രസിദ്ധീകരിക്കും? അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഈ പ്രസിദ്ധീകരിച്ചിട്ട് സ്വാഭാവികമായിട്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്താണ് മാർക്ക് ചെയ്യുന്നുള്ളത്, നമുക്ക് ഒത്തു നോക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ മേ ബി ഇതൊരു പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആയതുകൊണ്ട് ചിലത് ബബിൾ ചെയ്തതിലുള്ള പ്രശ്നങ്ങളോ മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഒരാൾക്ക് നിർബന്ധമായിട്ടും ഒരു ഹ്യൂജ് ഡിഫറൻസ്, ഒരു ഹ്യൂജ് ഷിഫ്റ്റ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് OMR കയ്യിലുണ്ടല്ലോ, ദാറ്റ്സ് എ വെരി ലീഗൽ ഡോക്യുമെന്റ്, അവരുടെ റാങ്ക് ലിസ്റ്റും കയ്യിലുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും കോർട്ടിനെ സമീപിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും അവർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു വക്കീലിനെ കണ്ടിട്ട് കോർട്ടിനെ സമീപിക്കാനുള്ള സാധ്യതകൾ ആരായണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം എല്ലാ ഡോക്യുമെന്റ്സും അവരുടെ മുമ്പിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ വിഷയത്തിലുണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യം എന്നുള്ളത് NRI കോട്ടയുണ്ടല്ലോ, അതായത് വിദേശത്ത് മെഡിക്കൽ പഠനം നടത്തുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പം അതിപ്പം UK US പോലെയുള്ള രാജ്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ചൈന യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ രണ്ട് ഇടങ്ങളിലും വ്യത്യാസം
ഉണ്ട് തോന്നുന്നു. എനിക്ക് കോഴ്സസിൽ വ്യത്യാസം ഉണ്ട് തോന്നുന്നു. അതിന്റെ മാനദണ്ഡങ്ങൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കും. ഇപ്പോൾ ഒരുപാട് ആളുകൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് MBBS നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് തന്നെ നമുക്ക് പഠിക്കാം. ഇത് ഇങ്ങനെ ആലോചിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 650 എബോവ് മാർക്ക് ഉള്ളവർക്ക് അല്ലെങ്കിൽ 655 എബോവ് മാർക്ക് ഉള്ളവർക്ക് MBBS കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് താഴെ മാർക്ക് ഉള്ളവർ എന്ത് ചെയ്യണം എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഈ നേരത്തെ ഇപ്പോൾ മോള് ചോദിച്ചു സെൽഫ് ഫിനാൻസിങ്ങിൽ പഠിക്കാൻ എന്താണ് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വരിക എന്നുള്ളത്. സെൽഫ് ഫിനാൻസിങ്ങിൽ കേരളത്തിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 50 ലക്ഷം രൂപയുടെങ്കിലും ബാക്കപ്പ് 5 വർഷത്തോട്ട് നമ്മൾ കാണണം. ഇത് സ്വാഭാവികമായിട്ടും അഫോർഡ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടാവും. അവർക്കുള്ള ഒരു ഓപ്ഷനാണ് വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ 2 കാറ്റഗറി പറഞ്ഞു. ഒന്ന് US UK പോലുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോയി പഠിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോയി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തിരിച്ചു വന്ന് നേരെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ പഠിക്കാൻ കോസ്റ്റ് ഇതിനേക്കാളും ഷൂട്ടപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് വേറെ പരീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഇത്തരം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോയി പഠിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്ന് കാണാൻ സാധിക്കും. പിന്നെ കുട്ടികൾ പോയി പഠിക്കുന്നത് ഉക്രൈൻ, ചൈന, അതേപോലെ തന്നെ കിർഗിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ് കുട്ടികൾ MBBS പോയി പഠിക്കുന്നത്. ജോർജിയ, ഇത്തരം സ്ഥലങ്ങളിലുള്ള പ്രത്യേകത അവിടെ കോസ്റ്റ് കുറവാണ്. ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 35 ലക്ഷമൊക്കെ ആയിരിക്കും ജനറലി ആളുകൾ പറഞ്ഞു കേൾക്കുന്ന. അങ്ങനെയാണ് 35 ലക്ഷത്തിന് നിങ്ങൾക്ക് MBBS കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 50 ലക്ഷത്തിന് പകരം അവിടെ ഒരു 10-15 ലക്ഷം രൂപ അവരെ സംബന്ധിച്ചിടത്തോളം ലാഭമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരത് ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇത്തരം കോഴ്സുകളിലോട്ട് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇത്തരം സ്ഥലങ്ങളിൽ കോഴ്സുകൾ പലപ്പോഴും 6 വർഷമാണ് കോഴ്സ് ഉണ്ടാവുക. ഇന്ത്യയിലെ മെഡിക്കൽ കോഴ്സുകൾ 5.5 വർഷമാണുള്ളത്, 6 വർഷം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് ഒരു ഇന്റേൺഷിപ്പ് വീണ്ടും ഹൗസ് സർജൻസി വീണ്ടും ചെയ്ത് നിർബന്ധമാണ്. അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് വീണ്ടും ഹൗസ് സർജൻസി ചെയ്യണം. അതിനും സ്വാഭാവികമായിട്ടുള്ള ഒരു സമയം മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് മാത്രമല്ല, ഇവിടെ വന്നിട്ട് ഇന്റേൺഷിപ്പ് കഴിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് FMG എക്സാം എഴുതി ക്ലിയർ ചെയ്യണം. കഴിഞ്ഞ 10 വർഷമായിട്ട് പല കാരണങ്ങളാൽ FMG എക്സാമിന്റെ ഒരു പാസ് റേറ്റ് എന്നുള്ളത് ലെസ് ദാൻ 15 to 20% ആണ്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, നമുക്ക് സമയപരിധി ഉണ്ട്. അപ്പം കോൾ സെന്ററിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഏത് ആണെങ്കിലും, അതായത് നമ്മൾ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത്, നൽകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നീറ്റ് ആശങ്കകൾ ഭാവി എന്നുള്ളതായിരുന്നു ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്ത വിഷയം. മുഹമ്മദ് അജ്മൽ, കരിയർ വിദഗ്ധനായിട്ടുള്ള മുഹമ്മദ് അജ്മലാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി സർ. ഒരിക്കൽ കൂടി കോൾ സെന്ററിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.